ഇതും കുടിക്ക്. എന്താ ഇത്? ബ്രഹ്മിയും ബദാമും ചേർത്ത ബൂസ്റ്റ്. ഓർമ്മശക്തിയും ബുദ്ധിശക്തിക്കും നല്ലതാ. ഭയങ്കരമായിട്ട് ബുദ്ധി വളരും. അങ്ങനെ വളർന്നെന്റെ ബുദ്ധി അങ്ങ് പൊട്ടിത്തെറിക്കോ? എത്ര വളർന്നാലും ഈ തലയ്ക്കകത്ത് ഉൾക്കൊള്ളാവുന്നതേ വളരൂ. ആ കുടിക്ക്. നന്നായിട്ട് പഠിച്ചു വേണം എസ്ഐ ടെസ്റ്റ് എഴുതാൻ. ഇങ്ങനെ ഭാര്യയെ പ്രോത്സാഹിപ്പിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിലേ കുടുംബ സ്വർഗമാവും. ഞാൻ വിചാരിച്ചത് പ്രതാപേട്ടൻ എന്നോട് കോംപ്ലക്സ് കാണിക്കുന്നു. എന്തിന്? ഞാൻ എസ്ഐ ആയാൽ നമ്മൾ ഒരേ റാങ്കിലാവില്ലേ? ഒരു വീട്ടിൽ 2 എസ്ഐമാര് ബോറായിരിക്കൂലേ? എനിക്ക് കോംപ്ലക്സ് ഒന്നുമില്ല. ഇനി നിനക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ടെസ്റ്റ് എഴുതണ്ടെന്ന് വെച്ചാ പോരെ. ഇത്ര എത്തിച്ചിട്ട് വേണ്ടെന്ന് വെക്കാനോ? ഈ സമയമുണ്ടല്ലോ. അതെ, ഞാൻ സി ആയതിനു ശേഷം വേണമെങ്കിൽ നിനക്ക് ടെസ്റ്റ് എഴുതാമല്ലോ. അപ്പൊ എനിക്ക് എസ്ഐ ആവാനല്ലേ പറ്റൂ. ആലിസേ, പദവികൾ എത്ര വലുതാണെങ്കിലും ഭർത്താവിനേക്കാൾ എപ്പോഴും ഒരുപടി താഴെ നിന്നാ മതി എന്ന് ചിന്തിക്കുന്ന ഭാര്യമാരാണ് കുടുംബത്തിന്റെ സന്തോഷം. പക്ഷേ ഇവിടെ നിന്നെ എത്ര ഉയരത്തിലെത്തിക്കാമോ അത്രയും ഉയരത്തിലെത്തിക്കും ഞാൻ. ഒരുപാടങ്ങ് ഉയർത്തണ്ട. പ്രതാപേട്ടന്റെ കാര്യമായതുകൊണ്ട് ഇടയ്ക്ക് കൈവിടും. ഓഹോ, അപ്പൊ നീ എന്നെ കുറിച്ച് അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ആലിസേ, ഭാര്യയുടെ ഉയർച്ചയും വളർച്ചയും ആഗ്രഹിക്കുന്ന അപൂർവം ചില ഭർത്താക്കന്മാരിൽ ഒരാളാ ഞാൻ. അതുകൊണ്ടല്ലേ നിനക്ക് വേണ്ടി ഞാൻ അടുക്കളയിൽ കയറി ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ കലക്കി തരുന്നത്. കുടിക്കേ. മൊത്തം കുടിച്ച കുടിച്ച് ശരിക്കും വികസിക്കട്ടെ. പ്രതാപചന്ദ്രനെ പോലൊരു ഭർത്താവിനെ കിട്ടിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് നിനക്കിപ്പോ തോന്നുന്നില്ലേ? ഒരു ഗ്ലാസ് ബൂസ്റ്റ് ഉണ്ടാക്കി തന്നാണോ വലിയ കാര്യം? പ്രതാപേട്ട എസ്ഐ ടെസ്റ്റ് എഴുതാൻ തയ്യാറെടുക്കുമ്പോ എത്ര രാത്രികൾ ഞാൻ ഉറക്കൊളച്ച് കൂട്ടിരുന്നിട്ടുണ്ട്. കാപ്പിയും പലഹാരവും ചൂടുവെള്ളവും ഒക്കെ ഉണ്ടാക്കി തന്നിട്ടില്ലേ? അതൊക്കെ ഒരു ഭാര്യയുടെ കടമയാ ആലിസേ. ആണോ? ഞാൻ അന്ന് അങ്ങനെ ചെയ്യുമെങ്കിൽ ഇപ്പൊ പ്രതാപേട്ടൻ ചെയ്യുന്നത് ഒരു ഭർത്താവിന്റെ കടമയാ. സമ്മതിച്ചു. എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് നീ പിന്നീട് പറയരുത്. അപ്പൊ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ, അല്ലാതെ ആത്മാർത്ഥമായിട്ടൊന്നും അല്ല. ഇതാടി പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം. ഹൃദയം എടുത്ത് കാണിക്കുമ്പോ കണ്ണടച്ചിരിക്കും. എനിക്കിത് കിട്ടണം. ഭാര്യയെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ച എനിക്കിത് കിട്ടണം. പതിയടി പൊട്ടിപ്പോവും. ഉരുക്കാടി കഞ്ഞിക്കിട്ടുകൊണ്ടാണോ ഉരുക്കുണ്ടാക്കുന്നത്? ഓ, അടുത്ത ഏത് കുരിശാണോ? അപ്പനാണോ? അപ്പൻ എന്നെ രാത്രിയില് എന്റെ മോളെ, നീ എസ് ഐ ആകാൻ പോവാന്നൊക്കെ പറയുന്ന കേട്ടു. പിന്നെ ഈ നാട്ടിൽ തന്നെയാണോ മോളെ പോസ്റ്റിങ്? എന്റെ അപ്പ എസ് ഐ ആയതല്ല, എസ് ഐ ടെസ്റ്റ് എഴുതാൻ പോകുന്നേ ഉള്ളൂ. അതെ, ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞ് എസ് ഐ ആകും? അതൊക്കെ PSC വഴിയാ. ചിലപ്പം 2-3 വർഷമെങ്കിലും കഴിയും. ഭാഗ്യമുണ്ടെങ്കിൽ 1 വർഷത്തിനകം കിട്ടും. അത് മോളെ, നമുക്ക് മന്ത്രിതലത്തിൽ പ്രഷർ ചെലുത്തിയാൽ. തൽക്കാലം അപ്പം കിടന്ന് ഉറങ്ങിക്കേ. ഞാൻ ടെസ്റ്റ് ഒന്ന് എഴുതി കഴിയട്ടെ. എടി മോളെ, ഇത് കേട്ടപ്പോ ഒരു സന്തോഷം, അതുകൊണ്ട് അപ്പം വിളിച്ചതാ. നീ എസ് ഐ ആയിട്ട് വേണം എന്റെ മരുമോനേമാന്റെ മുമ്പിൽ എനിക്കൊന്ന് ഞെളിഞ്ഞ് നിൽക്കാൻ. നിനക്ക് ഈ കാര്യത്തിൽ എന്ത് സഹായം വേണമെങ്കിലും ഈ അപ്പം ചെയ്തു തരും. പിന്നെ പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വല്ലതും ചോർത്തി തരണോ? അപ്പ ഇത് SSLC പരീക്ഷ അല്ല. ഓ അല്ല, നിനക്ക് വേണമെങ്കിൽ പറഞ്ഞാ മതി. അതിനൊക്കെയുള്ള ആൾ ഈ അപ്പന്റെ കയ്യിൽ ഉണ്ടടി. അപ്പൊ ഫോൺ വെച്ചേ, എനിക്ക് പഠിക്കണം. ഓ, എന്നാ പിന്നെ പഠിച്ചു. സെബാസ്റ്റ്യ, വണ്ടി ആ പോസ്റ്റ് ഓഫീസിന് എടുത്ത് നിർത്ത്. സാർ, സെബാസ്റ്റ്യ, ഇതൊന്ന് പോസ്റ്റ് ചെയ്തിട്ടോ. നിന്നെ തന്നെ ഇങ്ങോട്ട് വരാൻ ആ സിഗരറ്റ് കുറ്റി കൊണ്ട് എടുത്തോണ്ടോടാ. നിനക്കാരാണ് തീപ്പെട്ടി തന്നെ? ഞാൻ വീട്ടിൽ നിന്നുണ്ടെന്നാ സാറേ. സിഗരറ്റ് കവറിന്റെ പുറത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ? സിഗരറ്റ് വലി ക്യാൻസറിന് കാരണമാവുന്നു. എടേ, ശ്വാസകോശം ഒരു സ്പോഞ്ച് പോലാണ്. പക്ഷെ വലിച്ച് വലിച്ച് തന്റെ ശ്വാസകോശം ഒരു മഞ്ഞ് പോലെ ആയിട്ടുണ്ട്. തൊട്ടാ പൊട്ടിപ്പോവും. പുകയിലയിൽ ടാർ, നിക്കോട്ടിൻ, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ അപകടകാരികളായ 4000-ഓളം രാസവസ്തുക്കളുണ്ട്. അറിയാവോ?
അറിയത്തില്ല സാർ. അറിയില്ലത്ര. ഒരാളുടെ ആരോഗ്യ പരിപാലനത്തിനായി ലക്ഷങ്ങൾ സർക്കാർ ഇവിടെ മുടക്കുമ്പോൾ നീ ഇവിടെ സ്വന്തം ശരീരം പുകച്ച് നശിപ്പിക്കുക. പുകവലി തലച്ചോറിനും ശ്വാസകോശത്തിനും രക്തക്കുഴലുകൾക്കും കുഴപ്പമാണ്. ഉന്മേഷക്കുറവ്, ക്യാൻസർ, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം ഇതൊക്കെ ഉണ്ടാവും. അറിയാവോ? പോകാം സാറേ. ഞാനിപ്പം നിനക്ക് പെറ്റി അടിക്കുന്നില്ല. ഇനി മേലാൽ നീ സിഗരറ്റ് വലിച്ചേക്കരുത്, കേട്ടല്ലോ? ഓ ശരി സാർ. ഓ കുറ്റി കളഞ്ഞിട്ട് പോടാ. ഞാനൊരുത്തിനെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കുമായിരുന്നു. സാറ് പള്ളിയിൽ അച്ഛനാവേണ്ടേ? എന്താണ് സാർ ആ കവറില്? അത് ആലീസിന്റെ NOC ആപ്ലിക്കേഷൻ. ആലീസ് SI ടെസ്റ്റ് എഴുതാൻ പോവുക. ശനിയാഴ്ച എക്സാം. സാർ എന്ത് ബുദ്ധിമോശോ കാണിക്കുന്നത്? ആലീസ് SI ആയാൽ സാറിന്റെ തുല്യ റാങ്കിൽ എത്തൂലേ? അതെ, സാലറിയും കൂടുതൽ കിട്ടും. സാലറി കൂടുതൽ കിട്ടുന്നതാണ് ഇന്നത്തെ കാലത്തുള്ള കാര്യം. ഡിപ്പാർട്ട്മെന്റിൽ വനിതാ പ്രാതിനിധ്യം ഉള്ളത് കൊണ്ട് ആലീസ് SI ആയാൽ ഉറപ്പായിട്ടും 1 വർഷത്തിനകം CA ആയിട്ട് പ്രൊമോഷൻ കിട്ടും. 5 വർഷം കൊണ്ട് DSP റാങ്കിലും എത്തും. പോട്ടെ, അതൊന്നും വേണ്ട. സാറിന്റെ സുപ്പീരിയർ ഓഫീസറായി ആലീസ് വന്നാൽ സാർ അവരെ സല്യൂട്ട് ചെയ്യണ്ടേ? സ്വന്തം ഭാര്യയെ സല്യൂട്ട് ചെയ്യേണ്ടി വരുന്ന ഭർത്താവിന്റെ അവസ്ഥയെക്കുറിച്ച് സാർ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചാൽ ആത്മഹത്യ ചെയ്യുന്നതാണ് അഭിമാനം. മിസ്റ്റർ പ്രതാപചന്ദ്രൻ, കസേരയിൽ സുഖിച്ചിരുന്ന സമയം കളയാനല്ല സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. ഇവിടുത്തെ കള്ള ടാക്സി, ചീട്ടുകളി, മാഫിയ പ്രവർത്തനങ്ങൾ, ഇതിനെതിരെ നിങ്ങൾ എന്ത് ആക്ഷൻ എടുത്തു? മാഡം, അത് ആൻസർ മീ. ഞാൻ ആവുന്നത് ചെയ്യുന്നുണ്ട് മാഡം. പോലീസ് ഓഫീസർ എന്ന നിലയിൽ നിങ്ങൾ തികഞ്ഞ പരാജയമാണ് മിസ്റ്റർ പ്രതാപചന്ദ്രൻ. ഡിപ്പാർട്ട്മെന്റിന് നാണക്കേടുണ്ടാക്കുന്ന നിങ്ങൾ ഇനി ഈ സ്റ്റേഷനിൽ തുടരണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കും. മാഡം, ഞാൻ പറയുന്നത് നോ എക്സ്ക്യൂസ്. എന്റെ അവസ്ഥ ഇങ്ങോട്ടൊന്നും പറയണ്ടെന്ന്. ഞാൻ ആത്മാർത്ഥമായി അങ്ങനെ സംഭവിച്ച പണി കാണുമല്ലോ. അതെങ്ങനെ സാറിന് മനസ്സിലായി? ഞാനൊന്ന് സങ്കല്പിച്ചു നോക്കി. ഭയാനകം. സങ്കല്പത്തിൽ എത്രയാണെങ്കിൽ ആലിസ് ഒറിജിനലായിട്ട് അങ്ങനെ വന്നാൽ എന്റെ കാര്യത്തിൽ തീരുമാനവും. പിന്നെ ജോലിയും രാജിവെച്ച് വീട്ടിൽ കൊച്ചിനെ നോക്കി ഇരിക്കുന്നതായിരിക്കും ബുദ്ധി. സാർ SI ആയതുകൊണ്ട് മാത്രമാണ് ആലീസിന് സാറിനോട് സ്നേഹവും ബഹുമാനവും. പക്ഷെ ആ സ്വഭാവം അനുസരിച്ച് ആലീസ് സാറിന്റെ മേലധികാരിയായിട്ട് വന്നാലോ കുടുംബജീവിതം തന്നെ തകർന്നു പോകും. ആ പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടയാൻ പറ്റില്ലെന്ന് സാറ് വായിച്ചിട്ടില്ലേ? അങ്ങനെയുണ്ടല്ലേ? ആ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു മാർഗേ ഉള്ളൂ. ആലീസിന് SI ടെസ്റ്റ് എഴുതാൻ പറ്റരുത്. അതിന് പഠിക്കാനുള്ള അവസരം നിഷേധിക്കണം. എങ്ങനെ? വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കണം. എന്റെ അറിവിൽ അവൾക്ക് ആരെയും ഒന്നിനെയും പേടിയില്ല. പ്രേതങ്ങളെ, യക്ഷികളെ ആലീസിന് പേടിയ. ഒരു സിനിമയുടെ പോസ്റ്റർ പോലും അവൾ കാണത്തില്ല. ഉറക്കത്തിൽ ദുസ്വപ്നം കാണുമെന്ന് അവൾ പറയുന്നത്. കഴിഞ്ഞ വർഷം മോളുടെ നിർബന്ധം കാരണം ഒരു 3D ഹൊറർ പടം കണ്ടിട്ട് 3 ദിവസം ആലീസ് പനിച്ചു കിടന്നു. ആലീസിനെ മാനസികവും ശാരീരികവുമായി തളർത്താൻ പറ്റുന്ന മാർഗം അത് തന്നെ, ഈ യക്ഷി. ഇതെന്താ ചേച്ചി? ഞാൻ ഇന്നേ വരെ നിങ്ങളോട് ആരോടും പറയാത്തൊരു രഹസ്യം. നാളെ ഞാൻ PSCയുടെ SI ടെസ്റ്റ് എഴുതാൻ പോവാ. അപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള NOC കിട്ടിയോ? അത് മെയിലിൽ വന്നു. പരീക്ഷ എഴുതി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ചേച്ചി SI ആവുമല്ലോ. PSCയുടെ കാര്യമില്ലേ? റിസൾട്ട് വരാൻ കുറെ സമയം എടുക്കും. എന്ന് വെച്ച് നമുക്ക് മാക്സിമം പരിശ്രമിക്കാതിരിക്കാൻ പറ്റുമോ? കുറച്ചു ദിവസമായിട്ട് വീട്ടിലിരുന്ന് പഠിത്തമായിരുന്നു. ഇടയ്ക്ക് സമയം കിട്ടുമ്പോ ഇവിടെ ഇരുന്ന് നോക്കാലോ എന്ന് കരുതി ബുക്സ് ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. ചേച്ചി SI ആവുമ്പോ സാറിന്ന് വിളിക്കേണ്ടി വരുമല്ലോ. അതിനെന്താ, സബീന ഒരു SI പരീക്ഷ എഴുതിക്കോ. സബീനയ്ക്ക് IPS ആണ് നോട്ടല്ലേ? ഓ, അത്രയ്ക്കൊന്നും ഇല്ല സെബാസ്റ്റ്യൻ സാറേ. അല്ല, എത്ര നോക്കിയിട്ടും കാര്യമൊന്നും ഇല്ല. +2കാർക്ക് പറഞ്ഞിട്ടുള്ളത് മാക്സിമം ഇതാ. ഇനി സീനിയോറിറ്റി അനുസരിച്ച് പ്രൊമോഷൻ കിട്ടി പെൻഷൻ ആവാറാവുമ്പോഴേക്കും കഷ്ടിച്ചൊരു CA ആവാം. സബീന ഉത്സാഹിച്ച +2 പാസ്സാവാം. എന്നിട്ട് SI ടെസ്റ്റ് എഴുതാം. ഓ, ഈ മൊബൈലിലെ ടെസ്റ്റ് എഴുതിയ സബീനയ്ക്ക് എവിടെ നേരം കിട്ടാൻ? അല്ല ആലീസേ, പ്രധാന സാറിന്റെ അഭിപ്രായം എന്താ? എന്തിന്? അല്ല, ടെസ്റ്റ് എഴുതാൻ. SI ആയാൽ ശമ്പളം കൂടുതൽ കിട്ടുമെന്ന് മാത്രം പറഞ്ഞു. അത് കഴിഞ്ഞ് ഇന്നേ വരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓ, അപ്പോഴേ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നാളെ പരീക്ഷ. ഇന്നും കൂടി ഉറക്കളിച്ചിരുന്ന് പഠിച്ചാലേ വല്ലതും തലേ കയറും. നടന്ന പോലെ.
SI ആകാനുള്ള നിന്റെ ഈ കഷ്ടപ്പാട് കാണുമ്പോ എനിക്ക് സങ്കടം തോന്നുക. ടെസ്റ്റ് എഴുതാൻ പോകുന്നതിന്റെ തലേ ദിവസം എനിക്ക് ഇതിന്റെ 4 ടെൻഷൻ ഇല്ലായിരുന്നു. പ്രധാനപ്പെട്ട ശല്യപ്പെടുത്താതൊന്ന് പോകുന്നുണ്ടോ? പഠിച്ചതെല്ലാം മാഞ്ഞു പോവാ. ഇതൊക്കെ ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാ. പ്രധാനപ്പെട്ട പോയി കിടന്നു. ഞാനിത് മനപ്പാടമാക്കിയിട്ടേ വരുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ നാളെ ടെസ്റ്റ് എഴുതിയിട്ട് ഒരു കാര്യമില്ല. എന്നാ ഞാൻ കിടക്കാൻ പോവാ. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചേക്കരുത്. എന്താവശ്യം? ഇന്ന് വെള്ളിയാഴ്ചയാ. ഒരു സമയം കഴിഞ്ഞാ പിന്നെ ആത്മാക്കൾ ഇറങ്ങും. പേടിപ്പിക്കാതെ പ്രതാപേട്ട. ഇനിയിപ്പോ അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. ബാക്കിയില്ലായല്ലോ. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. ഒരു മുறை വന്ന് പാർത്തായാ തോം തോം തോം. അവിടെയല്ല ഇവിടെ കിടക്ക്. കർത്താവേ, എന്നാ അവിടെ കിടക്കണ്ട. നീ ഇവിടെ കിട. സംഗതിയേറ്റു. എന്തായാലും പരീക്ഷയ്ക്ക് തോക്കും. കുമാരി, നിന്റെ ഈ കൊച്ചുകട ഞാൻ വലിയൊരു ബ്യൂട്ടി പാർലറാക്കി തരും. എന്റെ എല്ലാം നീ മാത്രമാണ്. നിന്റെ ശബ്ദം കേട്ട് വേണോ എനിക്ക് ഉറങ്ങാൻ. നിന്റെ ശബ്ദം കേട്ട് വേണോ എനിക്ക് ഉണരാൻ. ഗുഡ് നൈറ്റ്. ചേച്ചിയാ എന്ത് ഈ സമയത്ത്? അളിയും വല്ല പ്രശ്നം ഉണ്ടാക്കിയ? അതൊന്നുമല്ല. ഞാൻ നാളത്തെ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക.
അപ്പൊ വേണ്ട പുറത്ത് പ്രേതശല്യം. പ്രേതശല്യോ? 2 പോലീസുകാർ താമസിക്കുന്ന വീട്ടിൽ പ്രേതശല്യം? പ്രേതത്തിന് അങ്ങനെ പോലീസിനും പട്ടാളൊന്നും നോട്ടൊന്നുമില്ല. എനിക്ക് പേടിയാവുന്നു. ചേച്ചി, അത് ആരെങ്കിലും പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യണായിരിക്കും ചേച്ചി. അതൊന്നുമല്ല, ഇത് പ്രേതം തന്നെയാ. നീ ഒന്ന് വാ, ഇല്ലെങ്കിൽ എന്റെ പഠിത്തം മുടങ്ങും. ഞാൻ നാളെ ടെസ്റ്റ് എഴുതാൻ പോകത്തുമില്ല. അത് പറ്റൂല. ചേച്ചി SI ടെസ്റ്റ് എഴുതി SI ആയിട്ട് വേണം എനിക്ക് അളിയന്റെ മുമ്പിൽ ഒന്ന് ഞെളിഞ്ഞു നിൽക്കാൻ. അതിനുവേണ്ടി ഞാൻ എന്ത് ത്യാഗവും ചെയ്യും. പ്രേതത്തിന് പിടിക്കണമെങ്കിൽ അതും ഞാൻ ചെയ്യും. ചേച്ചി ധൈര്യമായിട്ടിരുന്നോ, ഞാനൊരു 5 മിനിറ്റുള്ള അവിടെ. അതെ, പ്രതാപേട്ടൻ അറിയാതെ വന്നാ മതി കേട്ടോ. ഓ ശരി ശരി. പ്രേതോ? അതും ഈ ജോണിയുടെ അടുത്ത്. ചേച്ചി, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടേ. പേപ്പർ കൊണ്ടിട്ടാ പ്രേതം വരുന്നത്. ഇതേതാ FM റേഡിയോ ഉള്ള പ്രേതമാണ്. തൽക്കാലം ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. എന്താ വേണം? അറിയില്ല, വാ നോക്കാം. ഇങ്ങോട്ട് വാ. ശ്ശെ, വരണം. ഇവനിവിടെ എന്തിനു വന്ന്? ഇറങ്ങണ വഴിയിൽ. പുറത്താരോ നടക്കുന്നുണ്ട്. ഞാൻ പ്രതാപേട്ടനെ വിളിച്ചല്ലേ, എഴുന്നേറ്റോ. അതുകൊണ്ട് ഞാൻ ഇവനെ വിളിച്ചു വരുത്തി. അതുകൊണ്ടെന്താ പ്രേതത്തിന് വേഷ കെട്ടിയുടെ കൈയോടെ ഞാനങ്ങ് പിടിച്ചു. ആരാത്? ചേച്ചി, ഇത് പിടിച്ചങ്ങ് മാറ്റി ചേച്ചി. എടുത്ത് മാറ്റി ചേച്ചി. പെട്ടെന്ന്. താനെവിടെ? ഞാൻ വിളിച്ചിട്ട് വന്നതാ. ഡ്യൂട്ടിക്കിടയിൽ പോലീസുകാരനെ കയ്യേറ്റം ചെയ്ത് നിന്നെ അറസ്റ്റ് ചെയ്യും. ജീവൻ പണയം വെച്ച് കള്ളപ്രയത്തിൽ പിടിച്ചപ്പോ വാദി ഇപ്പൊ പ്രതിയായല്ലേ? ഞാൻ സിവിൽ ഡ്രസ്സിൽ പെട്രോളിങ്ങിന് ഇറങ്ങിയ അപ്പോഴാ സാറ് വിളിച്ച് ഇങ്ങോട്ട് വന്നത്. തനക്കായിരിക്കാൻ വെള്ള ഷോള് പൊഴിച്ചെന്നേ ഉള്ളൂ. നോക്കണ്ട, സത്യമാ. ജോണിക്കുട്ടി, നീ പൊയ്ക്കോ. ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. മനുഷ്യന്റെ ഉറക്കം കളഞ്ഞ പ്രേതമേ, ഇനിയും എന്റെ കൈ കിട്ടും. ചേച്ചി, ഇവിടെ എവിടെയോ എന്റെ ഒരു വെട്ടോത്തി കിടപ്പുണ്ട്. എടുത്തു വെച്ചേക്കണേ, ചിലപ്പോ ഇനിയും ആവശ്യം വരും. ഞാനിനി ഇങ്ങനെ ഒറ്റയ്ക്ക് പോകും. ഇറങ്ങിപ്പടാ സെബാസ്റ്റ്യൻ. സാറിനൊരു സഹായം ചെയ്യാന്ന് വെച്ചപ്പോ ഇത്രയും വലിയൊരു പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ചു. ഇതെല്ലാം തന്റെ ഐഡിയ അല്ലേ? ബുദ്ധിയും വിവേകവും ഇല്ലാത്ത മേലുദ്യോഗസ്ഥന്റെ വാക്ക് കേട്ട് ഇറങ്ങുന്ന കീഴുദ്യോഗസ്ഥന്മാരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, ഭാഗ്യം. ഈ സംഭവത്തോടെ എനിക്കൊരു കാര്യം ഉറപ്പായി. പ്രേതം എന്നുള്ളതും മനുഷ്യ സൃഷ്ടിയാ. ഇനി ഞാനിതൊന്നും വിശ്വസിക്കത്തേയില്ല. ഇനി സമാധാനത്തോടെ പോയിരുന്ന് പഠിക്കാം. സാറേ, സാറിന്റെ